ഹായ് ഹലോ. ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കണു. ഞാനും അജീഷേട്ടനൂടെ സുഖം സുന്ദരമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ഇന്ന് ഞങ്ങൾ രാവിലെ ആണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഓഫാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ അജീഷേട്ടനും ഓഫാണ്, എനിക്കും ഓഫാണ്, നൈറ്റാണുള്ളൂ. അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ 2 കാറും കഴുകാനൊക്കെ പോയി നല്ല വൃത്തിയാക്കി വീട്ടിൽ വന്ന് വാക്യൂം ഒക്കെ ചെയ്തു കേട്ടോ. വാക്യൂം ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഇപ്പം ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ കാറ് കഴുകിയതൊന്ന് കണ്ടാലോ നമുക്ക്. അപ്പൊ ഓടിപ്പോയിട്ട് ഞങ്ങൾ കാറ് കഴുകിയിട്ട് വന്നത്. കാറ് കഴുകിയതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഓടിവായോ. അതിന്റെ ബാക്കിയുള്ളത് വിശേഷങ്ങൾ പുറകെ വരുന്നതാണ്. വായോ. ഇവിടെയാ കാറ് വാഷ് ചെയ്യാൻ വന്നതാ. വണ്ടി റിൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ 6 കുത്തിയോ? ഓക്കെ. നമ്മൾ ക്യാഷ് പേ ചെയ്യുവാണ് കേട്ടോ. ഇവർ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെയാ ചെയ്യണ്ടേന്നൊക്കെയുള്ള കാര്യങ്ങള്. അപ്പൊ ഇതാ നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6 എന്നൊക്കെ പറഞ്ഞു. നമുക്ക് നമ്പർ 6 ആണ് വേണ്ടത്, റിൻസ് ആണ് വേണ്ടത് അല്ലേ. അപ്പൊ റിൻസിന് പറ്റിയത് 5 നമ്പർ അതാണ്. അപ്പൊ ഇതായിരിക്കും 6 നമ്പർ റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ ഫസ്റ്റ്. അപ്പൊ അതെ അജീഷേട്ടൻ റിൻസ് ചെയ്യുവാണേ വണ്ടി. നല്ല ചീറ്റിട്ടാണ് കണ്ടോ, നല്ല ചീറ്റീരാണ്. വണ്ടി ഭയങ്കര പളുങ്ക് പോലെ വെളുക്കുന്ന തോന്നുന്നേ. അപ്പൊ നമ്മൾ റിൻസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വാക്യൂമിങ്ങും ഉണ്ട് കേട്ടോ. നമുക്ക് വാക്യൂമും ചെയ്യാം കാറിന്റെ ഉള്ളിൽ. അടുത്ത അജീഷേട്ടൻ ഇവിടെ ചൂസ് ചെയ്തേക്കണ എന്താന്ന് പറയട്ടെ, ട്രിപ്പിൾ കളറാണ് കേട്ടോ. അപ്പൊ ട്രിപ്പിൾ കളർ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പൊ വേഗം ട്രിപ്പിൾ കളർ എടുത്ത് അടിച്ചോളൂ. 3 നമ്പർ. ഇതാണ് കേട്ടോ ട്രിപ്പിൾ കളർ. കാർ മൊത്തം വേറെ കളറായിട്ട് മാറുവാണ്. അതിന്റെ അഴുക്ക് മൊത്തം പോട്ടോ. എന്റെ മുന്നേ എന്റെ ദേഹത്തേക്ക് മൊത്തമാണ് കേട്ടോ. കാറ്റ് കാരണം എന്റെ ദേഹത്തേക്ക് മൊത്തം ട്രിപ്പിൾ കളർ ആവുക. കണ്ടോ, നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള കളറായില്ലേ നോക്കിയേ. ഓക്കെ. അപ്പോൾ ട്രിപ്പിൾ കളർ അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അജീഷേട്ടൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിൻസ് ചെയ്ത് കളയൂ കേട്ടോ. റിൻസ് ചെയ്ത് അപ്പോഴത്തേനും ഈ കാറിൻ്റെ അകത്തുള്ള ചെളി മൊത്തം ഇറങ്ങി നമുക്ക് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. ഓക്കെ. അടുത്തത് അജീഷേട്ടൻ്റെ റിൻസ് ചെയ്ത് കളയൂ കേട്ടോ. ഓക്കെ. എൻ്റെ നേരത്തേക്കൊക്കെയാണ് വെള്ളം വരുന്നത്. അജീഷേന്റെ കാർപ്പൂര പുത്തനായിരിക്കുന്നു അജീഷേട്ടാ. വൈപ്പ് പോക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പെരുമഴയല്ലേ. ഞാനിങ്ങനെ വെള്ളം മൊത്തം ചീറ്റി കളിച്ചോണ്ടിരിക്കുകയാണ്.
അടുത്ത തവണ നമുക്ക് കോയിൻ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, നല്ല ഇതിലാണ്. തൊട്ടപ്പുറത്തെ അമ്മച്ചിയുടെ കാർ കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടംപോലെ സെക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അജീഷേൻ്റെ കാറൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ കാറും കൂടെ കൂടി കഴിയിൽ ചേർക്കാനേ. ചുട്ടാ ഗാഡിയിൽ തീർന്നു, പൈസ തീർന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് കാർ കഴുകാനുള്ള ഇതുണ്ട് കേട്ടോ, ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്തില്ല, നമ്മൾ മാനുവൽ ചൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വണ്ടി കയറ്റി കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിയെടുക്കട്ടെ. ഞാൻ ട്രിപ്പിൾ കളർ അല്ല അടിക്കുന്നത്, ഞാൻ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ട്രിപ്പിൾ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ബ്രഷാണ് നിങ്ങൾ എൻ്റെ വണ്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, എങ്ങനെയാ ഏതാ നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ എന്നാൽ ഒറ്റയടിക്ക് മതി. ഒറ്റയടിക്ക് ഞാൻ ചെയ്ത് കേട്ടോ. അതൊക്കെ ചെയ്യാം, നോക്കാം, ശ്രമിക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഇനി അടുത്തത് എനിക്കുള്ള ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി റിങ്സ് ആണ്. 6 ആണ്. 6 ആണല്ലോ. ഓക്കെ, അജീഷേട്ടൻ്റെ പൊക്കാണ്. ഓക്കെ, എൻ്റെ പിന്നെ ഇവിടെ പുകയാണോ എന്തുവാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ കാറിന് റിലീസ് ചെയ്യാം കേട്ടോ. നല്ല ഹൈ പ്രഷറിലാണ് കേട്ടോ വെള്ളം വരുന്നത്. ഓക്കെ കുഞ്ഞ, അത് മതി കുഞ്ഞ. അടുത്തത് നമ്മൾ ചൂസ് ചെയ്തേക്കണേ കണ്ടോ, ഗ്രീൻ ലൈറ്റ് ബ്രഷ് വിത്ത് സോപ്പാണ് കേട്ടോ. അപ്പോൾ അജീഷേട്ടൻ്റെ ബ്രഷ് വിത്ത് സോപ്പ് ഇട്ടു. അജീഷേട്ടൻ ഉറച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ഉരച്ച് സെറ്റാക്കി കടിയെടുക്കാൻ പറ്റും. ഓക്കെ, വൈപ്പർ പൊക്കി തരാവേ. ഇതിന് പിന്നെ ഒന്നും എൻ്റെ ദേഹത്തേക്ക് ചാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ പൊക്കിത്തരാം. ഇവിടെ പൊക്കി കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ കുറച്ച് നേരം ചെയ്യട്ടെ എന്നാ വേഗം. എന്നാ ഞാൻ അടുത്ത അജീഷയുടെ റിൻസ് ചെയ്യാണ് കേട്ടോ. ഞാൻ നല്ല തീർന്നു പോയോടാ പുനു. കായോ വെള്ളം തീർന്നു പോയായിരുന്നു. വീണ്ടും റീചാർജ് ചെയ്തു. മതി ബാക്കി നമുക്ക് വീട്ടിൽ ചെയ്യാം. ഇവിടെ ഓക്കെ, സൂപ്പർ. ഇനി നെക്സ്റ്റ് തവണ മുതൽ കോയിൻ കൊണ്ടുവരാം. എന്നാൽ പിന്നെ പൈസ പോകില്ലല്ലോ, കുറേ കൂടെ സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ അജീഷിന്റെ കാർ സ്കൂട്ടപ്പായിട്ട് ഇവിടെ കിടക്കണോ, എൻ്റെ കാർ ഇവിടെ കൂട്ടപ്പായിട്ട് കിടക്കണോ. ലെറ്റ്സ് ഗോ. ഹായ്, ഹലോ. അപ്പം എല്ലാവരും നമ്മുടെ കാർ കഴിയ വീഡിയോ ഒക്കെ കണ്ടോ? ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം പല സ്ഥലങ്ങളും പല മെത്തേഡൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ അപ്പം നമ്മുടെ കാർ കഴുക്കെല്ലാം കഴിഞ്ഞു. ഞങ്ങളാണെങ്കിൽ കടയിലൊക്കെ ഒന്ന് പോയി, ഞങ്ങൾ റിട്ടേൺ വന്നു. ഇപ്പം നമുക്ക് രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ സുഖനിദ്രയിലേക്ക് പോണതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ, അതൊക്കെ വേറെ സത്യം. അപ്പം അങ്ങനെയൊക്കെ പിന്നെന്താണ് അജീഷിന് പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ ഡിഫറൻസ് കാർ കഴുകുന്നല്ല, എല്ലാ പ്രൊസീജിയറിലും. ഇപ്പം ഗൾഫിലാണെങ്കിലും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എടുത്തു തരാൻ ആളുണ്ട്. പിന്നെ കാർ വാഷിന് പോയി കഴിഞ്ഞാൽ അവർ കാർ കഴുകി സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉണക്കി നമ്മൾ ഫ്രണ്ടിൽ വെച്ച് തരും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. എല്ലാം നമുക്ക് ചെയ്തു തരാൻ ആളുണ്ട്. അപ്പം അതനുസരിച്ച് അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഇവിടെ പക്ഷേ എല്ലാം സെൽഫ് സർവീസ്. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരും എടുത്തു തരില്ല. ഇപ്പൊ സാറിന് ഗ്രോസറി സ്റ്റോർ തരുന്ന കടകളുണ്ട്, പക്ഷെ കുറവാണെന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതേപോലെ അങ്ങനെ എടുത്തു തരുന്നില്ല നമുക്ക്. നമുക്ക് വേണ്ട സാധനം നമ്മള് നോക്കി കണ്ടുപിടിച്ച് നമ്മൾ എടുക്കുക. ഇനിയിപ്പോ നമുക്ക് ചുമ്മാ ഇങ്ങനെ നോക്കി നോക്കി നടക്കണേ അവര് ചോദിക്കും എന്താ വേണ്ടേന്ന്, അവര് എന്താ പറയാ ഗൈഡ് ചെയ്യും. അല്ലാണ്ട് അങ്ങനെ നമുക്ക് ഓരോന്ന് സ്പൂൺ ഫീഡ് ചെയ്ത് എടുത്തു തരാനായിട്ടൊന്നും ഇവിടെ ആരുമില്ല. കാർ വാഷ് കൊണ്ട് തന്നെ കാർ വാഷ് ഓട്ടോമാറ്റിക്കും തൊട്ടിപ്പുറ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പം നമ്മള് യൂഷ്വലി നമ്മൾ കാർ വാഷ് നമ്മൾ മാനുവലാണ് ഞങ്ങളും ചെയ്യാറ്. കാരണം ഓട്ടോമാറ്റിക്കിന് അത്യാവശ്യം എമൗണ്ട് ആണ്, ഇതാവുമ്പം അപ്പുറം കുറച്ച് എമൗണ്ടേ ഉള്ളൂ. ടൈം ലാഭമാണ് അങ്ങനെയൊക്കെ കേട്ടോ. അതെ, അതൊക്കെയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ എന്താണ് അങ്ങനെ. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അവസാനിക്കുകയാണ്, നൈറ്റായി അങ്ങനെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് വരാവേ. അപ്പം അതുവരെ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, ഒറ്റ ലൈഫുള്ളൂ, പൊടിച്ചിളക്കുക, അടിച്ച് പൊളിക്കുക, അത്രയൊക്കെ തന്നെ എപ്പോഴും അജീഷേട്ടൻ ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. അജീഷേട്ടൻ താടിയൊക്കെ പഠിച്ചു. ഞാൻ അജീഷേട്ടനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു താടി പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നാളെ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് നാളെ പഠിച്ചില്ല. അതിൻ്റെ പിന്നെ ഇന്ന് ലാസ്റ്റ് അജീഷേട്ടൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് നല്ല രസമാണ് കാണാൻ. നോക്കിക്ക് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് അടിക്കുക. ഓക്കെ, അപ്പം ബൈ. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാവേ. അപ്പം അതുവരെ ബൈ ഫ്രം അജീഷ്, ബൈ ഫ്രം ജീനു, ബൈ.